ഏപ്രിൽ മാസം സംസ്ഥാനത്ത് ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും. കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും തുക എത്തിച്ചേരും. എന്നാൽ ഈ മാസം അവസാനം ഒരു ഗഡു കൂടി എത്തിച്ചേരുന്നു. വിശേഷ ദിവസങ്ങളിൽ ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യേണ്ടതായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിലുള്ള വ്യക്തത വരുത്തുന്നതിനുള്ള കാലതാമസമായിരുന്നു പെൻഷൻ ഒരു ഗഡു മാത്രമായി വിതരണം ചെയ്യാൻ കാരണം. എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ സർക്കാർ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചകളിൽ ഈ ഖുബർ പോർട്ടൽ വഴി സർക്കാർ കടമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം അവസാനം സാധാരണഗതിയിൽ പെൻഷൻ ലഭിക്കുന്ന 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീണ്ടും ഒരു ഗഡു കൂടി നൽകാൻ തീരുമാനമായിട്ടുണ്ട്. മുടക്കം കൂടാതെ ധനസഹായം വിതരണം ചെയ്യുന്നതിനും കുടിശ്ശിക ശേഷിക്കുന്നതും പരമാവധി വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനും വേണ്ടിയാണ് സർക്കാർ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്താണ് നൽകേണ്ട കുടിശ്ശിക പൂർണ്ണമായും നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായമായ ക്ഷേമ പെൻഷൻ 1600 കൈപ്പറ്റുന്നവർക്ക് അറിയിപ്പെത്തി. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവും വിവിധ രേഖകൾ അതോടൊപ്പം തന്നെ വിവിധ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ വർഷം സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാന രേഖകൾ മസ്റ്ററിംഗ്, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക എന്നീ കാര്യങ്ങളാണ്. ജൂൺ മാസത്തോടെയായിരിക്കും വാർഷിക മസ്റ്ററിംഗ് സർക്കാർ ആരംഭിക്കുക. കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ആരംഭിച്ച തീയതി വെച്ച് നോക്കുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഈ വർഷത്തെയും മസ്റ്ററിംഗ് ആരംഭിക്കുക. നിലവിൽ എല്ലാ ഗുണഭോക്താക്കളും ചെയ്യേണ്ട ഒരു പ്രക്രിയ കൂടിയാണ് മസ്റ്ററിംഗ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് പൂർത്തിയാക്കാവുന്നതാണ്. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ പുറത്തുവരും. പെൻഷൻ മസ്റ്ററിംഗ് സർക്കാർ പ്രഖ്യാപിക്കുന്ന തീയതി വരെ ഒരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ തുക മുടങ്ങാതെ എത്തിച്ചേരും. രണ്ടാമതായി വരുമാന സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം പെൻഷൻ വാങ്ങുന്നവരിൽ നിരവധി അനർഹർ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത്. പരിശോധനയിലൂടെ അത് തെളിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വർഷവും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും. സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട തീയതികൾ സർക്കാർ അറിയിക്കുന്ന മുറയ്ക്ക് എല്ലാവരും അപ്ലോഡ് ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ പെൻഷന് അർഹതയുള്ളവർ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ആണ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ഇതുവരെയും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ലിങ്ക് ചെയ്യുക. കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് ക്രെഡിറ്റ് ആവുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.